1979 മുതൽ 89 വരെ 10 കൊല്ലമാണ് ഇറാൻ ഇറാഖ് യുദ്ധം. എന്തിനാണ് ഇറാഖ് ഇറാനോട് യുദ്ധം ചെയ്തത്? അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് എന്തിനാണ് അമേരിക്ക ഇറാഖിനെ കൊണ്ട് ഇറാന്റെ മേൽ യുദ്ധം ചെയ്യിപ്പിച്ചത്? ഇറാന്റെ ഓയിൽ ഫീൽഡുകളെല്ലാം ഇറാഖിന് പിടിച്ചെടുക്കണം. ഇറാന്റെ ഓയിൽ ഫീൽഡുകൾ ഇറാഖ് പിടിച്ചെടുക്കണം. ഇറാഖ് ആരായിരുന്നു? സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈനെ കുറിച്ച് അവർ പറഞ്ഞത് വളരെ ഫെയ്ത്ത്ഫുള്ളിയായ ഒരു വിശ്വസ്തനായ കാവൽ നായനാണ്. അമേരിക്കയുടെ വിശ്വസ്തനായ കാവൽ നായ എന്നാണ് പറഞ്ഞത്. ആരെ പറ്റി? സദ്ദാം ഹുസൈനെ പറ്റി. ഇറാനോ? ഇറാനല്ല. ഇറാന് 975 മുതൽ ഇറാനിൽ വിപ്ലവമുണ്ട്. ആർക്കെതിരെ? അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ. അതിന്റെ കാരണമാണ് ഷാ പഹ്ലവിയെ 979 നിഷ്കാസനം ചെയ്യപ്പെട്ടത്. അതോടുകൂടെ അമേരിക്കൻ താല്പര്യത്തിന് ഇറാൻ മാറി. അപ്പോൾ ഇറാന്റെ ലാഭം അമേരിക്കക്കും ബ്രിട്ടനും കിട്ടൂല. എന്നിട്ട് സദ്ദാം ഹുസൈനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. എന്തിന്? സദ്ദാം ഹുസൈനെ കൊണ്ട് എന്തിനാണ് യുദ്ധം ചെയ്യിപ്പിച്ചത്? ഇറാന്റെ ഓയിൽ ഫീൽഡുകൾ പിടിച്ചെടുക്കണം സദ്ദാമിന്. സദ്ദാമിന്റെ ഈ ഓയിൽ ഫീൽഡുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലാഭം അമേരിക്കക്ക് തന്നെയാണ്. ആരാണ് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തത്? ഇവർ തന്നെ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇറാന്റെ കയ്യിൽ, ഇറാന് ആരുടെ കൂടെയായിരുന്നു? ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കൂടെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ. അപ്പോൾ അമേരിക്കക്കും ബ്രിട്ടനും ആവശ്യമായ എണ്ണ കൊടുത്തത് ഇറാനാണ്. ഖജർ ഭരണകൂടം 979 വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇറാന്റെ കളിത്തോഴനായിരുന്നു അക്കാലത്ത് സൗദി അറേബ്യ. ഇവർ രണ്ട് വിശ്വാസധാരയിലുള്ള ആളുകളാണ്. ഇറാൻ ഷിയാക്കളാണ്, സൗദി അറേബ്യ വഹാബികളുമാണ്. ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഇവർ രണ്ടു കൂട്ടരും എണ്ണ വിൽക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഇവർ തമ്മിൽ ചങ്ങായിയാക്കി. 979 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും താല്പര്യം ഇറാൻ ഒഴിവാക്കി. ഷാ പഹ്ലവിയെ പുറത്താക്കി. അയാത്തുള്ള ഖുമൈനി അധികാരത്തിൽ വന്നു. അപ്പോൾ പിന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എണ്ണ താല്പര്യങ്ങൾ ഇറാനിൽ നടക്കൂല. അതോടുകൂടെ എല്ലാം തെറ്റി. സൗദി അറേബ്യയും ഇറാനും തെറ്റി. എന്തുകൊണ്ട്? അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞതിനപ്പുറം സൗദി അറേബ്യക്ക് പോകാൻ പറ്റൂല. അല്ലാതെ പുതിയൊരു പുതിയൊരു നബിയെ കൊണ്ടുവന്നല്ല പ്രശ്നം. ഇതൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ സത്യമാണ്. അപ്പോൾ പിന്നെ നല്ലൊരാളാണ് അവിടെ, നല്ലൊരാളാണ് സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ അന്ന് അമേരിക്കയുടെ കാവൽ നായാണ്. സദ്ദാം ഹുസൈനും അമേരിക്കയും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകാൻ പാടില്ല. എന്തുകൊണ്ട്? സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമല്ല, ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടമാണ്. മുതലാളിത്ത വ്യവസ്ഥിതിയാണ്. തൊഴിലാളിത്ത വ്യവസ്ഥിതിയുടെ ആളാണ് ആര്? സദ്ദാം ഹുസൈൻ. കമ്മ്യൂണിസ്റ്റുകാരനാണ്. അമേരിക്ക ക്യാപിറ്റലിസത്തെ താലോലിക്കുന്ന രാജ്യമാണ്. അപ്പൊ അവർ യോജിക്കാനേ പാടില്ല. പക്ഷെ അവർ തമ്മിൽ യോജിച്ചു. വല്ല ചങ്ങായി. എന്തുകൊണ്ട്? സാധനം പെട്രോളാണ് മുത്തനബി പറഞ്ഞ. അതേ സമയത്ത് ഇറാനെ സംരക്ഷിച്ചത് അക്കാലത്ത് റഷ്യയാണ്. പിന്നെ റഷ്യ സംരക്ഷിക്കേണ്ടത് ആരെയാണ്? സദ്ദാമിനെയാണ്. 79 കാലഘട്ടങ്ങളിലൊക്കെ ശരിക്ക് കമ്മ്യൂണിസം റഷ്യയിൽ നടക്കുന്ന ഒരു കാലമാണല്ലോ. റഷ്യയിൽ കമ്മ്യൂണിസത്തിന് മാറ്റം വരുന്നത് 990 കൂടി. 979 കാലഘട്ടങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ്, സുശക്തമായ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. അതും അതിൻ്റെ തൊട്ട് തുടർന്ന് ഗോർബച്ചേവ് ഒക്കെ വഴിയായി വളരെ സുശക്തമായ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് റഷ്യയിലുള്ളത്. എന്നിട്ടും റഷ്യ സദ്ദാമിനെ പരിഗണിച്ചില്ല. എന്തുകൊണ്ട്? സദ്ദാം അമേരിക്കയുടെ ചങ്ങായിയാണ്. ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരാൾ രാജ്യം ക്യാപിറ്റലിസമാണ്. പിന്നെന്തേ? എണ്ണയാണ് പരിപാടിയിലൊക്കെ പ്രശ്നം. ഇവർക്ക് ഷിയയും പ്രശ്നമല്ല, വഹാബിയും പ്രശ്നമല്ല, കമ്മ്യൂണിസ്റ്റും പ്രശ്നമല്ല, ക്യാപിറ്റലിസ്റ്റും പ്രശ്നമല്ല. ഇവരുടെ പ്രശ്നം എണ്ണയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത മന്ദൂസുകളോട് എന്ത് പറയാനാണ്? അതായത് 20-ാം നൂറ്റാണ്ടിൽ മുതൽ ഇന്ന് വരെ ലോകത്തെ നശിപ്പിച്ച സാധനം എണ്ണയാണ്. എല്ലാ കൊലപാതകത്തിന്റെ കാരണം എണ്ണയാണ്. സദ്ദാം ഹുസൈന് രാസായുധം കൊടുത്ത ആളാ ആരാ? അമേരിക്ക. രാസായുധം വെച്ച് ഇറാനികളെ കൊല്ലിച്ചതാരാ? അമേരിക്ക. 79 മുതൽ 89 വരെയുള്ള കാലഘട്ടങ്ങളിൽ വലിയ രാസായുധ പ്രയോഗം ഏറ്റിട്ടുണ്ട് ഇറാനിൽ. ആരാ രാസായുധം പ്രയോഗിച്ചത്? സദ്ദാം ഹുസൈന്. ആരാണ് ഈ രാസായുധം കൊടുത്തത്? അമേരിക്ക. അപ്പൊ ഇവർക്ക് ആർക്കും പ്രശ്നം ഉണ്ടായില്ല. എത്ര ആളുകളാണ്? ചില ഗ്രാമങ്ങൾ ഒന്നടങ്കം, ചില സന്ദർഭങ്ങളിൽ ഗ്രാമങ്ങൾ ഒന്നടങ്കം ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക ഇറാനിൽ. ആ കാലഘട്ടത്തിൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നിച്ച് കുഴഞ്ഞു വീണ് മരിക്കുക. എന്റെ രാസവായു ശ്വസിച്ചതാണ്. ആരത് കൊടുത്തത്? അമേരിക്കയും ബ്രിട്ടനും. 989 ആ യുദ്ധം അവസാനിച്ചു.
ഇറാൻ ഇറാഖ് യുദ്ധം 989 അവസാനിച്ചു. അവസാനിച്ചപ്പോൾ എന്തായി? ഇറാഖിന് മെജോറിറ്റി വന്നു. ഇറാഖിന് കുറച്ച് നട്ടലുള്ള രൂപത്തിലേക്ക് വളർന്നു. ഇറാന്റെ മേൽ ജയിച്ചു എന്ന ഒരു നാട്യം കൂടി ഇറാഖിനുണ്ടായി. അപ്പോൾ പിന്നെ ഇറാഖ് എന്ത് ചെയ്തു? ഇനി ഞങ്ങൾക്ക് പഴയ പൈസക്ക് എണ്ണ തരാൻ പറ്റൂല, ഇനി ഞങ്ങൾക്ക് പുതിയ പൈസക്ക് തരണം എന്ന് പറഞ്ഞു. ഒന്ന്. അപ്പോൾ ഗദ്ദാഫിയും കൂടെ കൂടി, ഇനി ഞങ്ങൾക്ക് ഡോളർ കറൻസിയിൽ ഞങ്ങൾ എണ്ണ തരൂല്ല, ഞങ്ങൾക്ക് മെറ്റീരിയലിന് തിരിച്ച് മെറ്റീരിയൽ തരണം, ഞങ്ങൾ എണ്ണ തന്നാൽ ഞങ്ങൾക്ക് സ്വർണം തരണം, സ്വർണ്ണ നാണയം അങ്ങോട്ട് തരും, എണ്ണ അങ്ങോട്ട് തരും. അല്ലാതെ ഇത് നിങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിൻവലിച്ചാൽ ഞങ്ങൾക്ക് 10 പൈസ ഉണ്ടാവില്ല. സത്യമാണ് പറഞ്ഞത്. 989 മുതൽ പ്രശ്നം. എന്താ പ്രശ്നത്തിന്റെ കാരണം? ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇറാഖ് വലിയ ശക്തിയായി. അന്ന് ലോകത്തെ അമേരിക്കയും ബ്രിട്ടനും റഷ്യയും കഴിഞ്ഞാൽ ലോകത്തെ 4ാമത്തെ സൈനിക ശക്തി, ലോകത്തെ 4ാമത്തെ സൈനിക ശക്തി അക്കാലത്ത് ഇറാഖാണ്. ചൈനയുമല്ല. അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഈ 3 കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തി ആ കാലഘട്ടത്തിൽ ഇറാഖാണ്. അപ്പൊ ഇറാഖ് എണീറ്റുന്നു, ഞങ്ങൾക്ക് ഇനി കറൻസിക്ക് എണ്ണ തരാൻ പറ്റൂല, സാധനം അങ്ങോട്ട് തന്നാൽ തിരിച്ച് സ്വർണം തരണം. കാരണം ഈ സാധനത്തിന്റെ വാല്യൂ നിങ്ങൾ പിൻവലിച്ചാൽ, അത് നമ്മൾ കണ്ടല്ലോ, സത്യമല്ലേ അത്. ഇപ്പൊ 500 നോട്ടും 2000 നോട്ടും 1000 നോട്ടും ഒക്കെ പിൻവലിക്കപ്പെട്ടല്ലോ ഇന്ത്യയിൽ. പിന്നെ അതിന് തീ കത്തിക്കാനല്ല എന്തിനാ പറ്റുക? നമ്മുടെ രാജ്യത്ത് ജനങ്ങളോടുള്ള ഒരു സമയം, ബഹുമാനം കൊണ്ട് എന്ത് ചെയ്തു രാജ്യത്തിൻ്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ നിലക്ക് ഇന്നാലിന്ന ദിവസത്തിനുള്ളിൽ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഉപകാരം ചെയ്തു. അതിനപ്പുറം അമേരിക്ക ഡോളർ പിൻവലിച്ചാൽ ഇവരെന്ത് ചെയ്യും? കടലാസല്ലേ അത്, പിന്നെ എന്തിനാ വില? അപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് എണ്ണ തരണമെങ്കിൽ തിരിച്ചെന്ത് തരണം? ഞങ്ങൾക്ക് സ്വർണം തരണം. ഗദ്ദാഫി എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇനി ഡോളറിൽ എണ്ണ തരൂല. അപ്പൊ യുദ്ധത്തിന് വന്നു. ഇതേ ഇറാഖിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിച്ചു, കുവൈത്ത് പിടിച്ചടക്കി. ഇനി കുവൈത്ത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് സദ്ദാം ഹുസൈൻ പോകാനുള്ള കാരണം എന്താ? എണ്ണ. ലോകത്ത് ഏറ്റവും ചീപ്പിൽ എണ്ണ എടുക്കാൻ കഴിയുന്ന രാജ്യമാണ് കുവൈത്ത്. വലിയ സൈനിക ശക്തിയാണ് ആ മേഖലയിലെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാഖ്. അപ്പൊ ആ ഇറാഖിന് നിസ്സാരമായി കുവൈത്തിനെ പിടിച്ചടക്കാം. കുവൈത്ത് പിടിച്ചടക്കിയാലോ? ലോകത്തെ ഏറ്റവും ചീപ്പായി എണ്ണ എടുക്കാൻ കഴിയുന്ന 1ാമത്തെ രാജ്യം കുവൈത്ത്, 2ാമത്തെ രാജ്യം ഇറാഖ്, 3ാം രാജ്യമേ സൗദി ഉള്ളൂ. സൗദിയെ ചില റിപ്പോർട്ടുകളിൽ 2ാം സ്ഥാനത്ത് കാണുമെങ്കിലും യഥാർത്ഥത്തിൽ 2ാം സ്ഥാനത്തല്ല സൗദി അറേബ്യ, 3ാം സ്ഥാനത്താണ്. ഇറാഖിൽ വന്ന ഈ അടുത്ത കാലത്ത് വന്ന ചില അട്ടിമറികളും പ്രശ്നവും ആഭ്യന്തര കലാപങ്ങളും ഒക്കെ കാരണമായിട്ട് അവിടെ ചില ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നത് മാറ്റിവെച്ചാൽ ലോകത്ത്, ആഗോളതലത്തിൽ ലോകത്ത് വളരെ ചീപ്പായി എണ്ണ എടുക്കാൻ കഴിയുന്ന രാജ്യം കുവൈത്ത്, സെക്കൻഡ് ഇറാഖ്, 3 സൗദി അറേബ്യ. അതേസമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ 40-50 അങ്ങോട്ട് പോകും. എന്തുകൊണ്ട്? വലിയ പണി. എടുക്കരുത് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? 980 അതുവരെ കാവലനായാണ്, വിശ്വസ്തനാണ്, നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ ഇതേ അമേരിക്കയും ബ്രിട്ടനും എന്ത് പറഞ്ഞു? ഇറാഖിന്റെ കയ്യിൽ രാസായുധം ഉണ്ട്. 2 കാരണം. എന്നാ രാസായുധം ഉണ്ട് എന്ന് പറയുന്നത് 2003. ആരാ രാസായുധം കൊടുക്കുന്നത്? അമേരിക്കയും ബ്രിട്ടനും. എന്നാ കൊടുക്കുന്നത്? 980കളിൽ. ഈ രാസായുധങ്ങൾ 15 കൊല്ലം കഴിഞ്ഞാൽ സ്വയം നിർവീര്യമാവും. ആ രാസായുധം എങ്ങനെ 2003 ഉണ്ടാവുക? ആരാണ് രാസായുധം കൊടുത്തത്? അമേരിക്കയും ബ്രിട്ടനും. ആരെ മേൽ പ്രയോഗിക്കാൻ? ഇറാന്റെ മേൽ പ്രയോഗിക്കാൻ. എന്താണ് ഇറാൻ ബല ചൊൽപ്പടിക്ക് നിൽക്കൂല, പ്രയോഗിക്കും ചെയ്തു. ഗ്രാമങ്ങൾ അനവധി മനുഷ്യർ ഒന്നടങ്കം കുഴഞ്ഞു വീണിൽ മരിക്കുന്ന സംഭവം ഇറാനിൽ സർവ്വസാധാരണയായി. രാസായുധ പ്രയോഗിച്ചതാരാ? സദ്ദാം. ആരാ കൊടുത്തത്? അമേരിക്കയും ബ്രിട്ടനും. അത് 980കളിൽ ചെയ്തതാണ്. അതേ സമയത്ത് ഈ യുദ്ധം 989 അവസാനിച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്കയും ഇറാഖും നമ്മൾ യുദ്ധം ഉണ്ടാകുന്നത് എന്നാ? 2003. 2 കാരണങ്ങൾ. എന്തേ നേരം വൈകി? ആരായുധം മേൽ പ്രയോഗിച്ചാലോ എന്ന് പേടി. അപ്പൊ 2003 വരെ കാത്തുന്നു. 2003 ആയപ്പോഴത്തിന് ഉറപ്പാണ് 1 അങ്ങനത്തെ സാധനം ഇല്ല, ഇറാഖിന്റെ കയ്യിൽ ആ സാധനമല്ല. പക്ഷെ ആ സദ്ദാമിനെ കുരുത്തക്കേട് പറ്റണം. എന്തുകൊണ്ട്? സാധുക്കളായ തൊട്ടടുത്ത നാട്ടുകാരെ അമേരിക്ക കൊടുത്ത രാസായുധം ഉപയോഗിച്ച് കൊന്നോനാണ് ആര്? സദ്ദാം എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട.
ഒക്കെ കള്ളന്മാരാണ്. ചിലപ്പോൾ ചില കാലത്തെ കള്ളൻ, ചില കാലത്തെ കള്ളൻ തരും. ഇപ്പോൾ പറയുന്ന ആളുകളെ പറ്റി റളിയല്ലാഹു അൻഹു നിറഞ്ഞു നടക്കുന്നുണ്ട്. ഒക്കെ പെടും. ഇവരൊക്കെ ദുനിയാവിൻ്റെ അടിമകളാണ്. പച്ചക്കളവ് പറഞ്ഞു. എന്തിനാണ് അമേരിക്ക യുദ്ധത്തിന് വന്നത് ഇറാഖിനോട്? ഇറാഖ് എണ്ണ കൊടുക്കാതായാൽ അമേരിക്കൻ താല്പര്യമില്ലാതെയാവും, എണ്ണക്ക് വില കൂട്ടിയാൽ താല്പര്യമില്ലാതെയാവും. അപ്പൊ ഇറാഖിനെ പിടിച്ചെടുത്താൽ എണ്ണ സ്വന്തമല്ലോ. അപ്പൊ നിങ്ങൾ ഈ യുദ്ധങ്ങളെല്ലാം എണ്ണക്ക് വേണ്ടിയാണ്. പെട്രോളിയത്തിന് വേണ്ടി അല്ലാത്തൊരു യുദ്ധം നടന്നിട്ടേ ഇല്ല. ഇറാഖ് കുവൈത്തിലേക്ക് പോയത് എന്തിനാ? പെട്രോളിയത്തിന് വേണ്ടി. ഇറാഖ് മസ്ജിദ് സുലൈമാനി നഗരം അടക്കം പിടിച്ചടക്കാൻ നോക്കിയത് എന്തിനാ? എണ്ണക്ക് വേണ്ടി. പിന്നീട് അമേരിക്ക ഇറാഖിനോട് യുദ്ധത്തിന് വന്ന എന്താ? എണ്ണയുടെ കാരണം. എണ്ണ ഞങ്ങൾ ഇനി സ്വർണത്തിനല്ല അല്ലാതെ തരൂല എന്ന് പറഞ്ഞു. ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനി ലോകാവസാനം വരെയുള്ള മുഴുവനും പ്രശ്നം അതിന്റെ പേരിലാണ്ടാകാന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാനവരാശിയെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നു. കാരണം സായുധം ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു, ദശലക്ഷക്കണക്കിന് പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തു, എന്തൊക്കെയോ ചെയ്തു കൂട്ടിയത്. അമേരിക്ക കത്തണം എന്ന് ഞാൻ പറയൂല, അമേരിക്ക കത്തണം എന്ന് പ്രസംഗിക്കുന്ന ആളുമല്ല ഞാൻ. പക്ഷെ അമേരിക്ക ചെയ്ത, ബ്രിട്ടനും അമേരിക്കയും ചെയ്ത ക്രൂരതക്ക് പകരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തത് മതിയാവില്ല, ഈ ലോകം ഇന്ന് മതിയാവില്ല. അമേരിക്കയും ബ്രിട്ടനും ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾക്കൊരു തിരിച്ചടി കൊടുത്താൽ അത് ഈ ലോകം അതിന് മതിയാവൂല. തുറയും തിന്മയാണ് അവർ ചെയ്ത്. എന്നിട്ട് അവരെന്നെ പറയാ രാസായുധമില്ല. ബ്രിട്ടന്റെ ടോണി ബ്ലെയറാണ് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അമേരിക്കൻ പ്രസിഡന്റ് W. ബുഷും ടോണി ബ്ലെയറിനെ കുറിച്ച് ബ്രിട്ടനിലെ തന്നെ ട്രിബ്യൂണിൽ വന്ന ഒരു റിപ്പോർട്ടാണിത്. എന്താ പറയുന്നത്? 2014 ജൂൺ 13 വന്ന റിപ്പോർട്ട്. ബ്രിട്ടീഷ് MP ആയ അലിസ്റ്റർ കാമ്പൽ പറയാ. എന്താ പറയുന്നതെന്നറിയാം? ഇത് UK പത്രം റിപ്പോർട്ട് ചെയ്ത 2014 UK ട്രിബ്യൂൺ UK എന്ന പത്രത്തിന്റെ 2014 ജൂൺ 13 വന്ന റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. എന്താ പറയുന്നത്? ബ്ലെയർ knew Saddam had no WMD. He told me so before the war. എന്താ പറയുന്നത്? ടോണി ബ്ലെയറിന് അറിയാമായിരുന്നു, സദ്ദാം അറിയാമായിരുന്നു, സദ്ദാം ഹാഡ് നോ WMDS. WMDS അയാളുടെ കയ്യിൽ ഇല്ല. അതായത് ചില വെപ്പൺസ്, മാസ് ഡിസ്ട്രോയ്സിന് കഴിയുന്ന വെപ്പൺസ്, അതായത് പെട്ടെന്ന് ഒരു ജനതയെ ഒന്നിച്ച് തകർക്കാൻ കഴിയുന്ന, അതായത് രാസായുധം പോലെയുള്ള ആയുധങ്ങൾ, അതിനാണ് WMD എന്ന് പറയുക. അങ്ങനത്തെ സാധനം, രാസായുധം ഇറാഖിന്റെ കയ്യിലില്ല എന്ന് ടോണി ബ്ലെയറിന് അറിയാമായിരുന്നു. എന്നോട് ടോണി ബ്ലെയർ പറഞ്ഞിട്ടുണ്ട്. ടോൾഡ് മീ സോ ബിഫോർ ദ വാർ. യുദ്ധത്തിന് മുമ്പ് 2003 യുദ്ധത്തിന് മുമ്പ് തന്നെ എന്നോട് ഈ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ രാസായുധമൊന്നും, നമ്മളിപ്പോൾ അത് പറയാന്നല്ലാതെ അങ്ങനത്തെ രാസായുധമൊന്നും ഇറാഖിന്റെ കയ്യിലില്ല. ആരാ പ്രസിദ്ധീകരിച്ചത്? ബ്രിട്ടന്റെ പത്രം.